രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകളും ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും തടയുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ടെലികോം വകുപ്പ് നടപ്പിലാക്കുന്ന സിം ബൈൻഡിംഗ് നിയമം 2026 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ഉത്തരവ് പ്രകാരം വാട്സ്ആപ്പ്, ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സിം കാർഡ് ഫോണിൽ സജീവമായി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സിം ഊരിമാറ്റുകയോ നിഷ്ക്രിയമാക്കുകയോ ചെയ്താൽ ആപ്പുകളുടെ സേവനം തൽക്ഷണം നിലയ്ക്കും. നിലവിൽ UPI ആപ്പുകൾ പിന്തുടരുന്ന ഈ സുരക്ഷാ രീതി നടപ്പിലാക്കുന്നതിലൂടെ സിം കാർഡ് ഉപയോഗിച്ച ശേഷം വൈഫൈ വഴി ആപ്പുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ തടയാനാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. കമ്പ്യൂട്ടറുകളിൽ വാട്സ്ആപ്പ് വെബ് ഉപയോഗിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും തനിയെ ലോഗൌട്ട് ആകുന്ന സെഷനുകൾ വീണ്ടും ഉപയോഗിക്കാൻ പ്രൈമറി ഫോണിലെ സിം പരിശോധനയും QR കോഡ് സ്കാനിങ്ങും നിർബന്ധമാക്കും. ഫെബ്രുവരി 28-നുള്ളിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശയാത്ര നടത്തുന്നവർക്കും മറ്റും താൽക്കാലികമായി ബുദ്ധിമുട്ടുണ്ടായേക്കാമെങ്കിലും ഇന്ത്യൻ സിം ഫോണിൽ നിലനിർത്തിക്കൊണ്ട് വൈഫൈ വഴി ആപ്പുകൾ ഉപയോഗിക്കാമെന്നും ഇത് അക്കൗണ്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു.